അല്ല, ഇന്നലെ കഴിഞ്ഞ നമ്മുടെ ഒരു ചാനലിൽ ഇവിടെ കുക്ക് പരമേശ്വരൻ എന്നെപ്പറ്റി പൊന്നമ്മ പാപ്പു പറഞ്ഞിട്ടാണ് കുക്ക് പരമേശ്വരൻ അവിടെ ഹോളിഡേയിൽ വന്നത്. അല്ല, എല്ലാവരും വിളിച്ചു കൂട്ടിയെന്നൊരു എന്നെ പരാമർശിച്ചൊരു സാധനം ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അത് എല്ലാവരും വിചാരിക്കില്ല അത് ഞാനാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മീറ്റു ഇറങ്ങിയ സമയത്താണ് നമ്മുടെ ഹോളിഡേ ഹോട്ടലിൽ കുക്കുവാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഞങ്ങളായിട്ട് കുറച്ച് ലേഡീസ് 10-15 അതിൻ്റെ താഴെ ആയിരിക്കണം, കുറേ ലേഡീസുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുക്ക് പറയുന്നത് പൊന്നമ്മ ബാബു വിളിച്ചിട്ടാണ് കുക്ക് വന്നതെന്ന് ഇന്നലെ പറഞ്ഞു. ബാക്കി എല്ലാവരെയും വിളിച്ചേക്കുന്നത് കുക്കുവാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ വേണ്ട എല്ലാവരെയും വിളിക്കാൻ. ഞാനല്ല വിളിച്ചിരിക്കുന്നത്, കുക്ക് തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അന്നും അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം അന്ന് ഇതുപോലെ നിങ്ങൾക്കുള്ള വിഷമങ്ങളൊക്കെ പറയും. നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുവാണ്, ലേഡീസ് കൂട്ടായ്മ ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്ത തിരുവനന്തപുരത്ത് നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്ത് അന്ന്. പക്ഷേ അതന്ന് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ 2 ക്യാമറ അപ്പുറം ഇപ്പുറം ഓണായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ, നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു. അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയും പ്രിയങ്കയെ കൂടി ചോദിച്ചു, എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞല്ല, നമ്മുടെ ഇത് കാണിക്കണമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നുമില്ല. പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി വേണ്ടൊരു പറച്ചിലുണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലാണ്, ഇത് എവിടെ? അപ്പോൾ ഇന്നലത്തെ പരാമർശത്തിൽ പറയുന്നത് പാവം മരിച്ചുപോയ ലളിത ചേച്ചി ഉണ്ടായിരുന്നു. ലളിത ചേച്ചി അന്ന് ആ മീറ്റിങ്ങിലുണ്ട്. ചിലപ്പോൾ ലളിത ചേച്ചിയുടെ കയ്യിലായിരിക്കും. ലളിത ചേച്ചിയുടെ ആത്മാവ് മുഖ്യനോട് മാപ്പ് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയാം. അവർ ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണ് ലളിത ചേച്ചി ഇതിന് ഉത്തരം പറഞ്ഞേനെ. പിന്നെ വന്നത് അല്ലെങ്കിൽ പൊന്നമ്മ ബാബുവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മഞ്ജുപ്പിള്ളയുടെ കയ്യിൽ നിന്ന്. അവിടെ വന്നാൽ കുറച്ച് നാളെ അവർക്കായിട്ട് അവർ നിങ്ങളൊക്കെ കാണാനിരിക്കുക. അപ്പോൾ അവർക്കെല്ലാം അറിയാം ഇത് ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന്, ഇത് ആരാന്ന് കൊണ്ടുപോയെന്നും വ്യക്തമായിട്ടും മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ എല്ലാം അറിയാം. ഇത് കുക്ക് പരമേശ്വരൻ എന്ന് പറഞ്ഞ ആരുടെ കയ്യിൽ തന്നെയാണ് ഈ കാർഡ് വീഡിയോ ഷൂട്ട് ചെയ്ത് അവരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ അത് പെൺകുട്ടികൾക്കെല്ലാം ഭയമായിരിക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് എപ്പോഴും ലേഡീസ് എപ്പോഴും മുൻനിരയിൽ വരണം, ലേഡീസ് എപ്പോഴും എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ സെക്രട്ടറി ആവാൻ വേണ്ടി അതിന് മത്സരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവം ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ സെക്രട്ടറി ആവാൻ അതിന് പറ്റുന്ന ഒരാളല്ല. നമ്മളതിന് ലേഡി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതെന്നല്ലേ പറയണത്. പക്ഷെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എവിടെയാക്കാം, അല്ലെങ്കിൽ അതെവിടെ സിം കാർഡ് എവിടെ, അല്ലെങ്കിൽ കാർഡ് എവിടെ, നമ്മൾ സിമ്മല്ല നമ്മൾ മെമ്മറി കാർഡ് എവിടെ ഇത് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി വരെ കിട്ടിയിട്ടില്ല. പിന്നെ കുക്ക് വരെ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു ഒരിക്കലും. പക്ഷെ അത് നശിപ്പിച്ചിട്ടൊന്നുമില്ല, അത് സേഫായിട്ട് കുക്കുവിൻ്റെ കയ്യിലും. എനിക്കറിയത്തില്ല, എന്നാ അറിയാം. നമ്മൾ അതിന് ശേഷമാണ് ക്യാമ്പ കമ്മീഷൻ വന്നേ. മീറ്റ് വന്നതിന് ശേഷമാണ് ക്യാമ്പ കമ്മീഷൻ വരുന്നത്. അപ്പോഴെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞ കാര്യം ഒരു എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി ചെയ്യുമെന്ന് വിചാരിച്ചു. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തില്ല. അത് ഞങ്ങൾ ചോദ്യം ചെയ്തു. അപ്പം നമ്മളൊരു പിന്നെ പെൺമക്കളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ. അപ്പോൾ അതിനകത്ത് ഇത് ചർച്ച വന്നു. എവിടെ ആ CD എവിടെ, അല്ലെങ്കിൽ മറ്റേ കാർഡ് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയപ്പോഴത്തേക്ക് അതൊരു വലിയ ഇഷ്യൂ ആക്കി വന്നിട്ട് അതിനെ വേറൊരു ഇഷ്യൂവിനെ അതിനെ മൂടാൻ വേണ്ടി ഒരു ഇഷ്യൂ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് അടിച്ചു പോയി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 10-12 പേരെ ലെഫ്റ്റ് അടിച്ചു പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരതിനെ. പിന്നെ അത് ചർച്ച ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഉഷ കഴിഞ്ഞ ഒരു പ്രസ് മീറ്റിൽ ഉഷ അത് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഉഷ അത് പുറത്തോട്ട് പറയുന്ന. സത്യം പറഞ്ഞുകൊണ്ട് അടുത്തൊന്നും പുറത്തൊന്നും പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയുടെ ഉള്ളിൽ അതാ പറയുക, സംഘടനയുടെ ഉള്ളിലാണ് നമ്മളിത് പറയേണ്ടത്. ഇത് പുറത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഈ സംഘടനയുടെ ഉള്ളിൽ പറയാതെ ഇതിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഭദ്രമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് ഈ പറയുന്ന ഇത് ഇത്ര സീരിയസ് ആകും കാര്യം കുക്കെന്ന് പറയുന്ന ആളിപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് ശരിയാവുക? അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അരിക്കാൻ അർഹതയല്ലല്ലോ.
അപ്പോൾ എന്ത് നമുക്ക് പെൺകുട്ടികൾക്ക് എന്ത് അല്ലെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത്? നമുക്ക് ഒരു നീതി ഒരിടത്ത് മേടിച്ച് തന്നുമില്ല. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇത് ആർക്കൊക്കെ എതിരെ തിരിയുന്നുണ്ടോ നമുക്കറിയത്തില്ല. പല ആൾക്കാർ അന്ന് ഉണ്ടായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചത്. അന്ന് സബ് കമ്മിറ്റിയിൽ KPC ലളിതയും പൊന്നമ്മ ബാബുവും പിന്നെ മൂന്നാമതൊരാൾ കൂടിയുണ്ട്. ആ ആള് കുക്കു പരമേശ്വരനല്ല എന്ന് ഇടവേള ബാബു പറയുന്നുണ്ട്. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു പറയുന്നുണ്ട്. അപ്പോൾ ആ മെമ്മറി കാർഡിന്റെയും ആ വീഡിയോ ചിത്രീകരിച്ചതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ഈ സബ് കമ്മിറ്റിക്കാണല്ലോ. ഇപ്പൊ ലളിത ചേച്ചി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലളിത ചേച്ചിയോട് ചോദിക്കാൻ കഴിയില്ല. പിന്നെ ഉള്ളത് പൊന്നമ്മ ചേച്ചിയാണ്. അതുകൊണ്ടാണ് പൊന്നമ്മ ചേച്ചിയുടെ ആ സംശയം ചോദിക്കുന്നത്. സബ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ കുക്കു പരമേശ്വരൻ അത് അന്ന് ഒരു ദിവസം പറച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ. സബ് കമ്മിറ്റിയിൽ ഞങ്ങൾ ഇത്ര പേര് വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ ഞങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞതിന് വലിയ പ്രശ്നം ഉണ്ടാക്കി ചെന്നിട്ട്. അപ്പം ഞങ്ങളെ അറിയിക്കാതെ, കാരണം ഈ സബ് കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യം ഇത്രയും വന്ന സ്ത്രീകൾ അറിഞ്ഞിട്ടില്ല, അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സബ് കമ്മിറ്റി വന്നൊന്ന് ന്യൂസ് ചാനൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എഴുതി വരുമ്പോഴാണ് ഇവർ അറിയുന്നത്. അപ്പം തന്നെ പുറത്തിറങ്ങി അത് പ്രശ്നമായി. പിന്നീട് അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ കമ്മിറ്റി നിയോഗിച്ചു അമ്മയ്ക്കുള്ളിൽ. ഞങ്ങൾ ഉണ്ടായില്ല. ഞങ്ങൾ ആ പറച്ചിൽ മാത്രം ആ ഒരു എത്ര സെക്കൻഡാ ആ ഒരു സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പേരുകൾ. പിന്നീട് അതിനകത്ത് വേറെ ആൾക്കാരാണ് വന്നത്, ഞങ്ങളല്ല വന്നത്. പക്ഷേ ഇങ്ങനെ CD എടുത്തെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ലല്ലോ. അത് അവർ കുക്കു പരമേശ്വരൻ കൊണ്ടുപോകല്ലേ ഇത്. ഞാനും പിന്നെ ലളിത ചേച്ചി പിന്നെ മഞ്ജുപിള്ള ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്നത്തെ സബ് കമ്മിറ്റി നയിച്ചിരുന്നത് ഇവര് 3 പേരാണ്. അതിൽ കുക്കു പരമേശ്വരൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല, കുക്കു പരമേശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ക്യാമറയും കൊണ്ടുവന്ന് കുക്കു പരമേശ്വരനോട് ആരാ ഇത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ആരാ? അപ്പോൾ കുക്കു പരമേശ്വരൻ അവിടെ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കുക്കു പരമേശ്വരൻ എല്ലാ ആളുകളുമായിട്ടും കോണ്ടാക്ട് ഉള്ളത് കുക്കുവിനാണ്, അതുകൊണ്ട് കുക്കുവിന് വേണമെങ്കിൽ ഹെൽപ്പിന് വിളിച്ചോളൂ എന്ന് KPC ലളിതയോട് പറയുകയും അതിന് പ്രകാരം കുക്കു എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അധികാരികൾ സബ് കമ്മിറ്റിയാണ് എന്ന് പറയും. അല്ല ഒരിക്കലും അല്ല. അധികാരികളെന്ന് ഇവർ പറയുന്നത് അന്ന് അവർ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളുടെ പേര് പറഞ്ഞെങ്കിലും പിന്നീട് അത് മുന്നോട്ട് ഇത് ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലായിരുന്നു. കാരണം അപ്പം തന്നെ അത് പ്രശ്നമായി. ആരോട് ചോദിക്കാതെ അവർ ചെയ്തേ. ആരോടും ചോദിക്കാൻ ചെയ്തപ്പോഴത്തേക്ക് അത് ക്യാൻസലായിപ്പോയി. പിന്നീട് അതിനകത്ത് വേറെ ആൾക്കാരാണ് നിയോഗിക്കപ്പെട്ടത്. അത് നിങ്ങൾക്ക് ആ വാർത്ത ആ സമയത്തുള്ള വാർത്ത ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അതിനകത്ത് പകരം ആരൊക്കെ വന്നതെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പഴയ വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ എത്ര കാലം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ കയ്യിലല്ല, നമ്മൾ അവിടെ കഴിഞ്ഞ് കുക്കു പരമേശ്വരനെ ആരും അറിയിച്ചില്ലെങ്കിൽ പിന്നെ കുക്കു പരമേശ്വരൻ എന്തിനാണ്? ഇപ്പം ഞാൻ ചോദിച്ചു, ഇനി ഞാനാ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ വന്നെന്ന് തന്നെ വിചാരിക്കുക. പിന്നെ കുക്കു പരമേശ്വരൻ ക്യാമറയും കൊണ്ട് വരേണ്ട കാര്യം എന്താ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലില്ല, ഞങ്ങൾ എന്നെ പ്രിയങ്ക വിളിക്കുക, പൊന്നു കുക്കു പരമേശ്വരൻ വിളിച്ചു, പൊന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോയേക്കാം, നമ്മുടെ സ്ത്രീ കൂട്ടായ്മയല്ലേ, ഇവിടെ ഹോളിഡേയിൽ വെച്ചിട്ടാ, നമുക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചേഞ്ച് വിളിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പൊന്നു ഞാൻ പറഞ്ഞു എന്നെ കുക്കു വിളിച്ചു, പ്രിയങ്ക എന്നെ കുക്കു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുക്കുവാണ് വിളിച്ചേക്കുന്നത്. ഞാൻ മാത്രം കുക്കുവിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തത്. ഈ എണ്ണത്തിൽ എത്ര പേരുണ്ടോ അവരെല്ലാം കുക്കു പരമേശ്വരനെ വിളിച്ചേ. ഞാൻ മാത്രം കുക്കുവിനെ വിളിച്ചത് മാത്രം, അതിന് മാത്രം ലോജിക്ക് ഇല്ലാണ്ട് പോയത്. എനിക്ക് ഒരു കുക്കുവിനെ വിളിക്കാൻ എനിക്ക് ബാക്കി എല്ലാവരും എനിക്ക് വിളിക്കാമല്ലോ. അപ്പോൾ എന്തിനാണ് കുക്കു ഇങ്ങനെ കള്ളം പറയണേ? ഇവർ ഇതിനെ എന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഇത് ഡയസിലിരുന്ന ഒരു പരിപാടിയായിരുന്നോ? ഡയസിലായിരുന്നോ? ഇല്ല, ഹോളിഡേയിലെ വേദിയിലായിരുന്നോ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നേ? അല്ല, നമ്മളവിടെ ഒരു ചെറിയ ഹോൾ എടുത്തിട്ട് അതിനകത്തായിരുന്നു നമ്മളെ ലേഡീസ് എല്ലാം കൂടെ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഇരിക്കുകയോ ചെയ്തത്. വേദിയിലായിട്ട് ആരും ഇല്ല. വേദി നമ്മൾ ഈ പറയുന്ന ആൾക്കാരുകളും നമ്മുടെ ഈ പറയുന്ന കുക്ക് പോയി ആക്ച്വലി ഓരോരുത്തരോട് പറഞ്ഞു, മീറ്റുമൊക്കെ ഇറങ്ങിയില്ല, നിങ്ങളുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയൂ, നിങ്ങളുടെ അനുഭവങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ അത് എനിക്ക് മുന്നാലെ മറ്റു പലരും ഇതിനെപ്പറ്റി പറയാൻ നിങ്ങളോട് നാളെ എല്ലാ ആൾക്കാരുണ്ടാകും. കാരണം എൻ്റെ കണക്കൂട്ടിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 10, 15, 18, 20 താഴെ ഉണ്ടാവും. എനിക്ക് ചിലപ്പോൾ എണ്ണം കുറയാൻ കൂടാം കേട്ടോ, അതെനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതിൽ കുറേ ആൾക്കാർ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു അതിനകത്തിരുന്നിട്ട്. നിങ്ങൾ അതിന്റെ ഒരു അധികാരികളെന്ന നിലയ്ക്ക് എവിടെയെങ്കിലും ജനറൽ ബോഡിയിലോ അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലോ എവിടെയെങ്കിലും ഇല്ല, എന്നാന്നറിയാമോ, ഞങ്ങൾക്ക് പറയാൻ അധികാരം ഇല്ല. ഞാൻ പറഞ്ഞു അപ്പം തന്നെ അനൗൺസ് ചെയ്തു, അപ്പം തന്നെ എവിടെ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ചത്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതിനുള്ളിൽ ആൾക്കാർ തന്നെ പ്രശ്നം ഉണ്ടാക്കി ചെന്നിട്ട് അപ്പം തന്നെ അത് ക്യാൻസലായിട്ട് വേറെ ആൾക്കാരെ നിയോഗിച്ചു. അതിനുള്ളിൽ അഡ്രസ് ചെയ്യേണ്ട എന്തെങ്കിലും സിവിയർ ഇഷ്യൂസ് ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നു. ഏതാ അഡ്രസ് ചെയ്യപ്പെടേണ്ടെന്നോ, സിനിമാ മേഖല അഡ്രസ് ചെയ്യപ്പെടേണ്ടെന്നോ സിവിയർ ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നോ? ഇല്ല, എങ്ങനെ മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ വന്ന പരാമർശങ്ങൾ പോലെ അത്രയും അഡ്രസ് ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അന്ന് വേദിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിരുന്നോ? അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരൊക്കെ ഇപ്പോൾ അത് ഞാൻ വ്യക്തമാക്കുന്നില്ല. അത് ഞങ്ങൾക്ക് ആ കാർഡ് കിട്ടണം.
കാരണം ആ കാർഡും കൊണ്ട് അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരിച്ചത് അതിന് കാരണമെന്ന് നമ്മളോട് പറഞ്ഞത് ആ ഒരു ഷോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ പ്രാക്ടീസിലായിരുന്നു, അതുകൊണ്ട് വേണം എന്നായിരുന്നു, പക്ഷെ സമയം വേണം എന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ മീറ്റിംഗിൽ വെച്ചിട്ട് അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ജോമോള് ഇങ്ങനെ സിനിമാ മേഖലയിൽ എനിക്കുൾപ്പെടെ ആർക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല, എന്റെ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് എന്റെ വാതിലിന്റെ മുന്നിൽ ആരും കൊട്ടിയിട്ടില്ല, അത് മറ്റുള്ള ആളുകൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നം അതായത് ഇപ്പം മാഡം പറയുന്ന ഈ പ്രശ്നം ഇത് നേരത്തെയും അമ്മയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവണമല്ലോ, എങ്കിൽ ഇങ്ങനെ ഒരു ഇത് പരസ്യമായി ഇങ്ങനെ പ്രതികരണം നടത്തിയപ്പോൾ അതിനെതിരെ അവിടുത്തെ ഒരു സ്ത്രീകളും ചോദിച്ചു. അല്ല, ആക്ച്വലി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഞാൻ ഈ കുക്കു പരമേശ്വരനെ വിളിച്ചതാണ്. ഞാൻ ഈ കുക്കു പരമേശ്വരനുമായിട്ട് എനിക്ക് അവരുടെ ചില രീതികൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു. കാരണം നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്തല്ല നിൽക്കുന്നത്. അപ്പം ഞാൻ കുക്കു പരമേശ്വരൻ ഞാൻ പറഞ്ഞു നമുക്ക് സ്ത്രീകളൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം. അപ്പോൾ പറയും പൊന്നൂസേ മിണ്ടാണ്ടിരി, അവിടെ മിണ്ടരുത്, പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീരട്ടെ, മിണ്ടരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ നമ്മുടെ ആൾക്കാർ വിഷമിക്കുന്നല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് വിഷമം ഉണ്ടായി. ആ വിഷമം ഞാൻ എന്നിട്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ, നമ്മുടെ നമ്മുടെ അൻസിബ, ഇവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രസ് മീറ്റ് കൊടുക്കാം പെണ്ണുങ്ങൾക്ക് അപ്പോൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ പല പല സമയങ്ങൾ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ കേരള കമ്മിറ്റി 2 ഇൻ്റർവ്യൂ കൊടുക്കുക. ഞാനാണ് ഫസ്റ്റ് സമയത്ത് 2 ഇൻ്റർവ്യൂ തുറന്നു പറഞ്ഞ് ഞാൻ കൊടുക്കുക 2. അപ്പം അന്നേരം ആരും ഒരാൾ ഈ ഹേമ കമ്മീഷൻ വന്നപ്പോൾ പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമേ ഞാൻ സംസാരിച്ചത്, എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കത് കേരള കമ്മിറ്റിയിലെ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനാണ് പറയുന്നത്. പറഞ്ഞതിന് ശേഷം പിന്നീട് ആരും ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ നമ്മുടെ അമ്മയിലെ പെണ്ണുങ്ങൾ ഒച്ചയിട്ട് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ചോദിച്ചവരോട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ ആരുടെ ശബ്ദം പുറത്തോട്ട് വന്നില്ലല്ലോ, എല്ലാവരും ഓടി ഒളിക്കുകയോ ചെയ്തത്, ആരും ഒരു അക്ഷരം പറഞ്ഞില്ല. അന്നും മീഡിയയുടെ മുന്നിൽ ഇൻ്റർവ്യൂ കൊടുത്ത് 2 എപ്പിസോഡ് ഞാനേ കൊടുത്തിട്ടുണ്ട്, വേറെ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം ഞാനപ്പം ഇത് ചോദിച്ചു എന്തുകൊണ്ട്, അപ്പം പിന്നെ പറഞ്ഞു മിണ്ടരുത്, ആരാന്നറിയട്ടെ. അപ്പം ഞാൻ ഓർത്ത് എന്താ ഇവരിങ്ങനെ എപ്പോഴും പറയുന്നത് ഇങ്ങനെ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗ് 30 വർഷമായി ഞാൻ അമ്മയുടെ മെമ്പറായിട്ട്, 31 വർഷമായി അമ്മ രൂപീകരിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ മൈക്കിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറയുകയാണ് നമുക്കൊരു കൂട്ടായ്മ ഇവിടെ ആവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം സ്ത്രീകൾ പല കാര്യങ്ങളും നമ്മളൊരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആരും പരസ്പരം ഒന്നും അറിയുന്നില്ല, കാണുന്നില്ല, ആരും വിശേഷം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കൂട്ടായ്മ, ഇപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നമുക്ക് ഗ്രൂപ്പിലോട്ടിട്ട് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്, നമുക്കൊരു പെണ്ണുങ്ങളുടെ ഒരു കൂട്ടായ്മ നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വാട്സപ്പ് കൂട്ടായ്മ എല്ലാവരും കൈയടിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പ് തുടങ്ങി. നമ്മൾ എന്ത് കാര്യം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ മറ്റേ പ്രശ്നങ്ങളൊക്കെ വന്നത്. ചർച്ച വന്നപ്പോഴാണ് ഇവരുടെ കുറേ പേര് ഇറങ്ങി. അപ്പം തന്നെ ലെഫ്റ്റ് അടിച്ച് അതിനകത്ത് തന്നെ പോയി. മനസ്സിലായോ? ഒരു പ്രശ്നം ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ദുരനുഭവങ്ങൾ പലരും തുറന്നു പറഞ്ഞു, അത് റെക്കോർഡിക്കലി ഉണ്ട്, പക്ഷെ അതെവിടെയാണെന്ന് അറിയില്ല, അത് ദുരുപയോഗം ചെയ്യുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, കാരണം ഇത് കിട്ടിയിട്ട് പിന്നെ നാളെ ഒരിക്കലും ആരുടെങ്കിലും ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇപ്പം ആരോപണങ്ങൾ വേറെ ആൾക്കാരുടെ ദേഹത്തോട്ട് നമ്മൾ ചെയ്യുമ്പം അത് ഞങ്ങൾക്ക് പേടിയാൻ തുടങ്ങി. കാരണം ഇത് ഇവരുടെ ഉണ്ടായിട്ട് ഇവരെന്ത് ചെയ്യും, ഇത് നാളെ ഇവർ ഇതിനകത്തിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നാളെ വന്നാൽ മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇത് ബാധിക്കും. നമുക്ക് ടെൻഷനില്ല. ഞാൻ അമ്മയെന്ന രീതിയിൽ ഞാൻ 2 പെൺകുഞ്ഞുങ്ങളുടെ 3 മക്കളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയും ഞാനും. അപ്പോൾ എനിക്കതൊരു വിഷമം നേരിട്ട് ഇത് കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ പറയാനിരുന്നൊരു കാര്യങ്ങളല്ല. ഇതെല്ലാം സംസാരിക്കേണ്ടത് ജനറൽ ബോഡി. ഇപ്പോൾ കുക്കു ഇത് പറഞ്ഞപ്പോൾ ഇതിന് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സത്യസന്ധമായ കാര്യങ്ങൾ ഇതാണ്. ഞങ്ങൾ 3 പേരെ അവർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്പം തന്നെ അത് ക്യാൻസലായി ആയിട്ട് പിന്നെ അടുത്ത 3-4 പേരെയാണ് അതിനകത്ത്. നിങ്ങൾക്ക് അത് മുൻ സമയമില്ല, വാർത്തകൾ എടുത്ത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. എല്ലാ ചാനലും അത് അന്നേരം അത് പ്രസന്റ് ചെയ്തായിരുന്നു ന്യൂസിലെല്ലാം. പ്രശ്നങ്ങളെല്ലാം കേട്ട ആളാണല്ലോ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതാണ്, ഇപ്പോൾ ചില ഈ പറഞ്ഞ പോലെ പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴണം എന്ന്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ അഴിഞ്ഞു വീണ പൊയ്മുഖങ്ങളിലുണ്ടോ ഈ പറഞ്ഞ പരാതിക്കാർ പറഞ്ഞ ആരോപണ വിധേയം? അല്ല, കുറച്ച് ആൾക്കാരുടെ പേരുകൾ അവർ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് കുക്കു 2 ഇടത്ത് നിന്ന് കളിക്കരുത്, എനിക്കതിഷ്ടമല്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനാണത് വീഡിയോ പിടിച്ചത്, എൻ്റെ കയ്യിലുണ്ടത്. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ഇത് മറ്റുള്ളവരുടെ മുന്നേ മരിച്ചുപോയ ലളിത ചേച്ചിയുടെ കയ്യിലായിരിക്കും സിം കാർഡ്, അല്ലെങ്കിൽ പൊന്നമ്മോൻ്റെ കയ്യിലായിരിക്കും സിം, അല്ല മഞ്ജുപിള്ളയുടെ കയ്യിലായിരിക്കും സിം കാർഡ് എന്ന് പറയുന്നത്. തല കുക്കിന് പറ്റത്തില്ല. ഞാനൊരാൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, ലേഡീസ് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിന്ന് പറയട്ടെ. അത് ഞാനാണ് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കുക്കു പരമേശ്വരനാണ് അല്ല ഇതൊക്കെ ചെയ്തെന്നുള്ള രീതിയിൽ അങ്ങനെ ആർക്കും പറ്റി തീർക്കാൻ പറ്റില്ല. സബ് കമ്മിറ്റിക്ക് നിലനിൽപ്പില്ലായിരുന്നു, അത് പിരിച്ചുവിട്ടുവെങ്കിൽ ഇന്നിപ്പോ ഇടവേള ബാബു എന്തുകൊണ്ടാണ് ഈ പൊന്നമ്മ ബാബുവിന്റെ KPCC പേരിലുള്ള സബ് കമ്മിറ്റിയുടെ പേര് എടുത്തു പറയുന്നത്? അറിയില്ല, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും.
അല്ല പിന്നെ ഞാനെന്താ ഞാൻ അവരുടെ ആ കമ്മിറ്റി അന്ന് ശരിയാണ്, ആ കമ്മിറ്റി ഒരു മാസമെങ്കിലും ആ കമ്മിറ്റി നിന്ന് വർക്ക് ചെയ്തെങ്കിൽ ശരിയാ. നമ്മൾ ഇത് അപ്പം തന്നെ അവിടെ ന്യൂസ് വന്നു, അപ്പം തന്നെ അവിടെ കുറേ പേര് പ്രശ്നം ഉണ്ടാക്കി. അവരോട് ആലോചിക്കാതെയാണ് ഈ പേരുകൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. പരാതി സെല്ല അങ്ങനെ എന്തോ ഒരു അതിന് പേര് അത് സ്വീകരിച്ച് അത് ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെണ്ണുങ്ങൾ കുറച്ച് പേര് കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ അമ്മയുടെ അവിടുത്തെ എക്സിക്യൂട്ടീവിൽ അടുത്ത 3-4 പേരെയാണ് അതിനകത്ത് ഉള്ളിൽ ആക്കിയത്. ഈ മെമ്മറി കാർഡ് കാണാതായത് ആ സമയത്ത് സ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും അറിയിച്ചിരുന്നു ഇങ്ങനെ മെമ്മറി കാർഡ്? അല്ല, നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇടവേള ബാബുവിനോടും കുക്ക് പരമേശ്വരനോടും. ഇടവേള ബാബുവിനോടും കുക്കിനോട് ചോദിക്കുമ്പോൾ സേഫായിട്ട് കയ്യിലുണ്ടെന്നല്ലേ അവർ പറയുന്നത്. അവർ പറയുന്നത് സേഫായിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കുക്കിനോട് ചോദിച്ചു പറഞ്ഞു അത് ഇതായി നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുക്കു ഇപ്പോൾ ഇതിൻ്റെ ഇലക്ഷനിൽ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ഭയമായി. കാരണം ഇത് കയ്യിലിരിക്കുകയാണ്, ഇനി അത് അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, കുഞ്ഞുങ്ങൾ നമ്മൾ സേഫായിട്ട് ഒരു 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 വീടെന്ന് പറയുമ്പോൾ ഒരു നാഥ എന്ന് പറയുമ്പോൾ ആരും സംരക്ഷിക്കേണ്ടവരായിരിക്കണ്ടേ. അല്ല ഇങ്ങനെ കുറേ ആൾക്കാരെ വഞ്ചിച്ച് ഇങ്ങനെ ഞങ്ങളെ പൊടി തപ്പി മറ്റുള്ളവരുടെ പേരിലോട്ട് അത് വെച്ച് അത് അങ്ങനെയല്ല, അപ്രവൃത്തിയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെമ്മറി കാർഡ് ഇപ്പോൾ SIT ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, ഈ SITക്ക് മുൻപാകെ സമർപ്പിക്കണം എന്നുള്ളതാണോ? തീർച്ചയായും തീർച്ചയായും. ഇനി അതിനിപ്പോൾ എന്തായാലും നമ്മൾ ഇനി അത് പുറകോട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കണം, നമ്മൾ അമ്മ പോലത്തെ ഒരു സംഘടനേനെ ആൾക്കാർ ഓരോരുത്തർ ഇറങ്ങിയിട്ട് അതിലുള്ള ആൾക്കാർ ഇവർ നോക്കുന്നില്ലല്ലോ എൻ്റെ വിചാരം. ജയിക്കാൻ വേണ്ടിയിട്ടും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഇങ്ങനെയുള്ള ഓരോരോ പ്രസ്താവന ഇറക്കുന്നത്. ഞാൻ ഇലക്ഷന് നിൽക്കുന്നില്ല, വോട്ട് പിടിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയാനാണ്. നമുക്കിപ്പോൾ ഉള്ളത് ഒരു പെൺമക്കൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ കൂട്ടായ്മയാണ്. അത് ഞാനും പക്ഷേ എല്ലാവരോടും ചേർന്ന് ചെയ്ത സാധനം. അത് പിന്നീട് പറഞ്ഞത് ബാബുരാജിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. ബാബുരാജ് അറിയുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ബാബുരാജ് കൊള്ളാലോ അടിപൊളി എന്ന് പറഞ്ഞു ബാബുരാജ്. അതിനകത്ത് നമ്മൾ വോട്ടിൻ്റെ കാര്യങ്ങൾ ഒരു വാരം സംസാരം. ഇപ്പോൾ പിന്നെ പിള്ളേരുകൾ നിൽക്കുന്നവർ ഇപ്പോൾ ഓരോ കാർഡൊക്കെ ഇട്ട് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇടുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഞങ്ങൾ നന്നായിട്ട് നല്ല വയസ്സായ അമ്മമാർ കുറേ ഉണ്ട്. എനിക്ക് സങ്കടത്തില്ല, കുറേ അമ്മമാർ അതിനകത്ത് പറയുന്നു, മക്കളെ മക്കളെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാലൊക്കെ മാറ്റി വെക്കാൻ ഓനൗസഫ് ചേച്ചി ഇരിപ്പുണ്ട്. അപ്പം ഒരാൾ ബാബുരാജ് പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞപ്പോൾ അമ്മമാർക്ക് ഭയങ്കര ആദിയായി. കാരണം ഇത് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ആൾ വന്ന് അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരിനി ചെയ്യണ്ടേ, ചെയ്ത് കാണിക്കണ്ടേ. ഇപ്പോൾ ഇടവേള ബാബു 10-25 വർഷക്കാലം അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ഇടവേള ബാബു 25 വർഷം കൊണ്ട് ചെയ്ത കാര്യം ബാബുരാജിൻ്റെ ടീം, ബാബുരാജ് ഞാൻ പറയില്ല, ബാബുരാജ് ടീം 10 കൊല്ലത്തെ കാര്യം 1 കൊല്ലം കൊണ്ട് അവർ ചെയ്തു. കുടുംബ സംഗമം, വനിതാ സംഗമം, പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജീവിനി മരുന്ന് എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ ഒരു കൊല്ലം കൊണ്ട് പിന്നെ 122 പേർക്ക് പെൻഷൻ, കുറേ പേര് മരിച്ചുപോയി. അതുകൊണ്ട് ആ പെൻഷൻ കുറേ പേർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയായിരുന്നു. പിന്നെ പെൻഷൻ കൂട്ടാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന ആൾക്കാരുകൾ ഇതൊക്കെ ചെയ്യണം. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞ ആൾക്കാർ ഇരിപ്പുണ്ട് വീട്ടിൽ. പിന്നെ ഇതിൻ്റെ മെഡിക്ലെയിമും കാര്യം ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാരുകളുണ്ട്. കാല് രണ്ടും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഓമനാസഫ് ചേച്ചി ഇരിപ്പുണ്ട്. ഇനി അവരുടെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണം. ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഇവർ അംഗങ്ങളെ ഇത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നുള്ള പിന്നെ തീർച്ചയായും കുറേ ആൾക്കാർ നിയമപരമായി നീങ്ങാവുന്നതല്ലേ? പിന്നെ തീർച്ചയായും പിന്നെ അതൊക്കെ ഇവർ നമ്മളിലോട്ട് കൊണ്ടുതന്ന് നമ്മളന്ന് കമ്മിറ്റി രൂപീകരിച്ചു. നമ്മുടെയിലാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ സഹപ്രവർത്തകരാണ്. എന്നിട്ട് ഈ സഹപ്രവർത്തകരൊക്കെ ഇങ്ങനെയൊക്കെ എനിക്കൊരു മീഡിയയുടെ മുന്നിൽ വന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇന്നലെ അത് ഇങ്ങനെ ഇത്രയും പറയാൻ കാര്യം ഇവർ ഇന്നലെ എൻ്റെ പേര് അതിൽ പരാമർശിച്ചു. ഞാൻ ഒന്നിനുമില്ലാതെ ഇരുന്ന് എല്ലാത്തിനും നല്ലതായിട്ട് കാണുകയും നല്ലതായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന, എപ്പോഴും എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പേര് ഇന്നലെ വന്നപ്പോഴത്തേക്ക് എനിക്കത് എന്നിത് വിഷമം ഉണ്ടാക്കി. കാരണം സത്യസന്ധമായ അല്ലാത്ത കാര്യം കുക്കു പരമേശ്വരന് ഒരു നുണയില്ല, ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ചാനലിൻ്റെ മുന്നേ വന്ന് പറയുക. അവർക്ക് എങ്ങനെ പറയും? അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വേറെ വല്ലതും കേട്ടോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ പോകണം അല്ലേ, അങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് ഞാൻ മാത്രമല്ല, വേറെ ഒരുപാട് സ്ത്രീകളുണ്ടേ. അത് തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് അറിയിച്ചിട്ടില്ല. ഗ്രൂപ്പിലെ മെമ്മറി കാർഡ് എവിടെയെന്നും മെമ്മറി കാർഡിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരണം എന്നും പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വന്നിരുന്നു? ചേച്ചിയെ സമീപിച്ചിരുന്നു? ഇല്ല, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഉഷയും നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മുടെ 1-2 ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം അവരെല്ലാം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിക്കേണ്ടി വരും അവരുമായിട്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കൊണ്ടു വെച്ചപ്പോൾ അവരതിൽ കൊണ്ടുവന്നു. എവിടെ ഞങ്ങളിപ്പോഴും പേടിക്കുകയാണ് എവിടെ എന്ന് ചോദിച്ചപ്പോഴും അനങ്ങിയില്ല ഈ കക്ഷിക്ക് മനസ്സിലായി, ഈ കക്ഷിയെ പറയണമെന്ന് മനസ്സിലായി. പിന്നെ എന്തിനാ ഗ്രൂപ്പ് വിട്ടു പോയത്? എന്തിനാ വേറൊരു ചെറിയ ഇഷ്യൂവിനെ അത് വലുതാക്കി ഇതിനെ മറയ്ക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് നന്നാക്കിക്കൊണ്ട് പോകാൻ സമ്മതിക്കില്ല. അതിനെ തല്ലി ഭിന്നമാക്കിയിട്ട് പോകാൻ മാക്സിമം ശ്രമം നടത്തി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനകത്ത് നല്ല ശാന്തവും സമാധാനവുമായിട്ട്
ഈ അമ്മമാരുടെ ഒരു ഗുഡ് മോർണിംഗ് അവരുടെ ഒരു ചെറിയ പാട്ട് വൈകുന്നേരം ഞങ്ങളുടെ പാട്ടൊക്കെ പാടി ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് പോകുന്നു. അപ്പോൾ അതിനുള്ളിൽ വന്ന കാര്യം അപ്പോൾ അത് വീണ്ടും എൻ്റെ പേര് പുറത്തോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ എന്നെ കുറേ പേര് വിളിച്ചപ്പോൾ ശരി ഞാൻ എന്തായാലും സത്യം പറയണമല്ലോ. ഇനി നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് പല പല ആൾക്കാരുകൾ നിങ്ങൾക്ക് അത് സമീപിക്കാം. പിന്നെ തീർച്ചയായും ഒക്കെ ഒറ്റ കേട്ടാ അല്ലാതെ ഇത് ഇലക്ഷന് വേണ്ടി അവർ കുറേ പേർ അങ്ങനെ തിരിഞ്ഞ് നിൽക്കാം. മനസ്സിലായിട്ടില്ല ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പറയണേ? അവർ മത്സരിച്ച് ജയിച്ച് കാണിക്കട്ടെ. ഒരാളെ മോശമാക്കി വെച്ചിട്ട് ഒരാളെ മോശമാക്കിക്കൊണ്ടല്ല ജയം വരേണ്ടത്. അൻസിബാസിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ. ഇത്ര സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി എന്തും പറയുന്ന ഒരാളെന്ന രീതിയിൽ കുക്കു പരമേശ്വരൻ അൻസിബാസിനെ പറ്റി അതിൽ തന്നെ ഒരു സഹപ്രവർത്തകർ വളരെ മോശകരമായിട്ട് 2 വീഡിയോ ചെയ്തു. അവർ ചെയ്യിപ്പിച്ചതാണ് ഇവർ ഈ പറയുന്ന ആൾക്കാരെ കൂടിയാണ്. എന്നാൽ പിന്നെ എങ്ങനെ ചെയ്തെങ്കിൽ അയ്യോ ഞങ്ങൾ വരണ്ട അയ്യോ മോശമായിപ്പോയി അൻസിബാസിനെ പറ്റി പറഞ്ഞ ഒരു പെണ്ണെന്ന രീതിയിലാണ് നമ്മൾ പ്രതികരിച്ചു. അത് മോശമാണ്, അത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് ഒരു സ്ത്രീയെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ട് അപമാനിക്കാൻ പാടില്ല. നമ്മളതിനെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ലല്ലോ. കാരണം അവർ പറയത്തില്ല. കാരണം അവർ പറഞ്ഞിട്ടുള്ള മുഖേനയാണ് ഈ വീഡിയോകളൊക്കെ വരുന്നത്. ഞാനപ്പം ഗ്രൂപ്പിലിട്ടു ഇത് അനൂപ് പറയുന്നത് ഒരുപാട് നാവുകൾക്ക് വേണ്ടിയാണ് അനൂപ് ഇത് പറയുന്നത്. ഞാനത് പറഞ്ഞു. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ദേഷ്യം ഉണ്ടാവും. ഞാനെല്ലാം ഇങ്ങനെ തുറന്ന് പറയുന്ന ആളാണ്. എനിക്ക് പറയുന്ന കാലത്തരം പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയും. ഈ അമ്മ വലിയ ഒരു കുടുംബത്തിലെ മക്കളാണ്, എല്ലാവരും ഉണ്ട്. ഇത് കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിയതാണോ ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ? അല്ലല്ല, ആ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഇതിന്റെ കുക്ക് പരമേശ്വരൻ ഇത് സത്യം പറയുന്നത് പുറത്തോട്ട് വന്നില്ലായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് പരിഹാരം ഉണ്ടാവണം, നന്നാക്കി പോകണം എന്ന് വിചാരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും കാര്യം ഇതൊന്നും പുറത്തോട്ട് വരായിരുന്നത്. ഈ ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോൾ ചേച്ചി ഇടവേള ബാബുവിനോടോ കുക്കു പരമേശ്വരനോടോ സംസാരിച്ചോ? ഞാൻ സംസാരിച്ചിട്ടില്ല. എല്ലാവരും ഇരിപ്പുണ്ട്, ഞാനും ഒക്കെ ഇരിപ്പുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പം എന്നോട് ചേച്ചിക്കൊന്നും പറയാനില്ല. ഞാൻ പറയാം എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടായതിന് അപ്പം തന്നെ നമ്മൾ അതിനുള്ള മറുപടി കൊടുത്ത് നമ്മൾ അതിന് 15 കൊല്ലം നോക്കിയെന്ന് ഇരിക്കത്തില്ല നമ്മൾ പറയാൻ. നമ്മൾ ആ സ്പോട്ടിൽ കൊടുത്തിരിക്കും. എൻ്റെയൊക്കെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചായിരുന്നു. അത് ആ മെമ്മറി കാർഡാണ് ഞങ്ങളിപ്പോൾ അതിന് പറയുന്ന മെമ്മറി കാർഡാണ്. എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ പോരെ. എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു പ്രസ് മീറ്റിന് ഞാൻ ഉണ്ടാവത്തില്ല. ഞാൻ അപ്പം തന്നെ എത്തിക്കുകയുള്ളൂ. അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ബാബുവും ബാബുവും മറ്റേ നമ്മുടെ കുക്കു പരമേശ്വരനും കൂടെ എന്ന് ജയിക്കാൻ വേണ്ടിയിട്ടും എന്നെ ഇങ്ങനെ ഓരോ ഇനി പല പല കാര്യങ്ങൾ ഇറങ്ങും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടൊക്കെ ഇവിടെ അല്ലാതെയും പരസ്പരം എന്തിനല്ലേ അമ്മ എത്രയാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സംഘടനയാണ്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപിയൊക്കെ ഒരു നന്നായിട്ട് പോയൊരു സംഘടനയെ ആവശ്യമില്ലാതെ ഈ ആൾക്കാർ വന്ന് വെട്ടിമുറിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എന്തിനാ മനുഷ്യന്മാർ തമ്മിൽ കാണാനുള്ളതല്ലേ? നമ്മളൊക്കെ ഈ ലോകത്ത് മരിച്ചു പോകുന്നവരല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരിങ്ങനെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട്? കഷ്ടമുണ്ട്. എനിക്ക് സങ്കടം അതല്ല. ഇതെല്ലാം കൂടെ കൊണ്ട് താഴോട്ട് വീണ് പോയാൽ പാവപ്പെട്ട അമ്മമാർ കുറേ പേരുണ്ട്. പെൻഷൻ മേടിക്കുന്നവരുണ്ട് 122 പേര്. 56 കിടപ്പ് രോഗികളുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം. ഇപ്പോൾ ഈ ഇന്ന് വന്നൊരു വാർത്തയാണ് ഒരുപാട് കോടികളുടെ കുടിശ്ശിക അമ്മയ്ക്കുണ്ട്. സാമ്പത്തിക ബാധ്യത ഉണ്ട് അറിയാം. അതെ, തീർച്ചയായും എപ്പോഴും നമ്മളത് പറയാറുള്ളത്. അവർ കേസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ. കേസ് അത് നമുക്കറിയാം. പിന്നെ അത് തന്നെയല്ല, ഇടവേള ബാബു ഇരുന്ന സമയത്ത് 2 കോടി സംതിങ് ആയിരുന്നു നമുക്ക് അമ്മയിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നത്. ബാബുരാജിൻ്റെ ടീം വന്നപ്പോൾ അത് 1 കൊല്ലം കൊണ്ട് 7 കോടി അടുത്തുണ്ട് ബാലൻസ്. അപ്പോൾ ഈ ബാബുവും ബാബുവും അൻസിബാസിനോട് ഇത് കട്ടുമുടിക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്ത വെളിയിൽ വന്നേക്കുന്നത്. ഇത്ര അവർക്ക് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് കട്ടുമുടിക്കുന്നത്? അത്രയും പൈസ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ അമ്മയുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ട്. ഇപ്പോൾ എല്ലാം നല്ല തന്നെയായിരുന്നു. പിന്നെ ചെയ്ത് മത്സരിക്കട്ടെ, നല്ല കാര്യമല്ലേ? നമ്മൾ ദേവേട്ടനുണ്ട്, ദേവേട്ടൻ മത്സരിക്കട്ടെ. നമ്മൾ നമുക്ക് ആരാണെന്ന് നമുക്ക് അമ്മയ്ക്ക് നമ്മുടെ പ്രസിഡൻ്റായിട്ടിരിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുക, അത്രമാത്രം. എനിക്ക് തുടരണമായിരുന്നു. പിന്നെ ജഗദീഷൊക്കെ എനിക്ക് തുടരണം തന്നെയായിരുന്നു ആഗ്രഹം. ഒരിക്കലും മാറാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ മാറിക്കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ജഗദീഷ്. അത് എന്താണെന്ന് അറിയത്തില്ല. പുള്ളിയുടെ അപ്പുറത്തെ പുള്ളിക്ക് ഇതുപോലെ എന്തൊക്കെയോ മാനസിക വിഷമങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ എന്തോ വിഷമമൊക്കെ വന്നിട്ടായിരിക്കും മാറിയത്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി മാറിയപ്പോൾ. നവ്യയ്ക്ക് നവ്യയും ലാസ്റ്റ് നിമിഷത്തിൽ മാറിക്കളഞ്ഞു. നവ്യയ്ക്ക് മൊത്തത്തിൽ എല്ലാത്തിനോട് ചേഞ്ച് വന്നില്ല, കംപ്ലീറ്റ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയും അത് പറ്റത്തില്ല എന്ന് ഞാൻ അധികം ചോദിച്ചില്ല. കാരണം കുഞ്ഞുങ്ങളോട് നമുക്കൊരിക്കലും ഒരാളെ നിർബന്ധിച്ച് നിർത്താൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടത്തിനല്ല അവർ നിൽക്കുന്നത്.
നിൽക്കും മോളെ എന്ന് പറഞ്ഞ് നമ്മൾ അത് തന്നെ വന്നു. ഇതിനകത്ത് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ നവ്യാനേരം അതിന് ന്യൂസ് വന്നു. നവ്യാനേരം ഞാനും ഉഷയും കൂടെ ഇങ്ങനെ മുന്നോട്ട് ഇലക്ഷന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞ് ഞാൻ കുറേ കാര്യമൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പറഞ്ഞതും എഴുതിയതും നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് കേട്ട് പറഞ്ഞതും ഒക്കെ. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചു ഈ മാധ്യമങ്ങൾ എന്താ നമ്മളാരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ മേലെ, എന്നിട്ട് ഇവർക്ക് ഇത് വാർത്ത കൊടുക്കാൻ മേലെ ഇവരെന്താ ഇങ്ങനെ പബ്ലിക്കിനെ നമ്മളൊക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ അത്രയും ഒരുപാട് മനസ്സിൽ വിഷമിച്ചായിരുന്നു ഞാൻ. പിന്നെ ഓർത്ത് എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിക്കുമ്പം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനെ ഞാൻ വിട്ടു. അപ്പോൾ ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ അല്ലെങ്കിൽ ഉണ്ട്, രണ്ടുപേരുടെ കയ്യിലും ഉണ്ട്. രണ്ടുപേരുടെ കയ്യിലും ഉണ്ട്. ചേച്ചി 2 ക്യാമറയാണ് വെച്ചിരുന്നത്. എന്തിനാ 2 ക്യാമറ? ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ 2 ക്യാമറ അപ്പുറം ഇപ്പുറം ക്യാമറ ഇരിപ്പുണ്ട്. 2 ക്യാമറ പറയുന്നൊരു കാര്യം മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല, വിഷ്വൽ പകർത്താൻ മൈക്ക് ഇല്ല. മൈക്ക് മേശപ്പുറത്തൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ നടിയിൽ ഇരിക്കുകയല്ലേ ഇപ്പം ഇതുപോലൊരു മൈക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. ആ സമയത്ത് ചോദിച്ചിരുന്നോ മൈക്ക് കണ്ടപ്പോൾ? ചോദിച്ചു. അപ്പോൾ റെക്കോർഡ് ചെയ്യുമല്ലേ? ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ. ഉഷയും പ്രിയങ്കയാണ് ചോദിച്ചത് എന്തിനാ റെക്കോർഡ് ഇല്ല. കണ്ടിട്ടില്ല. അതൊന്നും എന്നാ പറയാനത് നമുക്ക് ഇങ്ങനെയൊക്കെ ഭാവിയിൽ വരുമെന്ന് എടുക്കും നമ്മൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വീഡിയോയും വേണം. കുക്കു പരമേശ്വരൻ ഒരിക്കലും ഇലക്ഷൻ നിൽക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് താല്പര്യമില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇനി അംഗങ്ങളോട് എനിക്കറിയത്തില്ല. കാരണം ഞാനും ഭയക്കുന്നു. കാരണം ഇവരിങ്ങനെ ഇത്രയും കള്ളത്തരവും ഇത്രയും ഇങ്ങനെയൊക്കെ പറയാൻ ചങ്കൂറ്റം അവർക്കുണ്ടെങ്കിൽ അമ്മയ്ക്കുള്ളിലെ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കില്ല. ഈ മെമ്മറി കാർഡ് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ആലോചിക്കണം. എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അത്. കാരണം ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞിരിക്കണം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറയാൻ പറഞ്ഞു, നിർബന്ധിച്ചു. എനിക്കൊന്നും പറയാനില്ല. എനിക്കെന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടായാലേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ഞാൻ അപ്പം തന്നെ അവിടെ തീർത്ത് അതിനുള്ള സമാധാനം കൊടുത്തിട്ട് പോരുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് പറയാൻ വേണ്ടി ആരുടെ മുന്നേ ഞാൻ നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം. കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതര പരാമർശങ്ങളൊക്കെ ഉന്നയിച്ച സ്ഥിതിക്ക് സംഘടനയിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ? എന്നെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും എൻ്റെ സൗണ്ടുകൾ കേട്ടിട്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ അല്ലല്ലോ. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ചുമ്മാ നിന്ന് പറയുന്നത്. ഇനി ആ മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം. ഇനി ഇത് വാർത്ത വെളി വരുമ്പോൾ ഇതെല്ലാം നശിപ്പിച്ച് കളയുമോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാലും അത് നാളെ അത് തിരിഞ്ഞു വന്നിട്ട് പറയും അയ്യോ എന്നാൽ പൊന്നമ്മ പറഞ്ഞു എല്ലാം കേട്ടോ അങ്ങനെ മാറ്റാമെന്നൊക്കെ പറയും. ഒരിക്കലും അല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. 2 ക്യാമറ വെച്ച് കുക്കു പരമേശ്വരൻ അത് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നും പറഞ്ഞാണ് ഈ സാധനം കംപ്ലീറ്റ് എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത്. എന്നിട്ട് ആ സാധനം ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ ഞങ്ങളുടെ വാട്സപ്പ് പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ചർച്ച വീണ്ടും പൊങ്ങിയത്. അപ്പോഴാണ് ഇത് വീണ്ടും പൊങ്ങിയപ്പോഴാണ് ടപ്പേന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോയി കിട്ടി. കാരണം നിന്നാതെ അറിയാതെ കയറി വരുമെന്നറിയാം. പക്ഷേ ഉഷ ഇതൊരിക്കലും പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറയുന്നു വിചാരിച്ചില്ല. ഈ വിഷയം പറഞ്ഞതിൻ്റെ ബാലൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത്. ഇല്ല ഇന്നൊന്നും അത് അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവർ നടപടി എടുക്കും. നമ്മളോട് നടപടി എടുക്കും എന്നല്ലേ പറയണത്. എപ്പോൾ ചോദിച്ചാൽ അത് കൊടുത്തിട്ടുണ്ടല്ലേ നമ്മൾ അതിലുണ്ട് ഒന്നും നമ്മൾ ചെയ്തിരിക്കും. ഈ സബ് കമ്മിറ്റി അതായത് KPC ലളിത, പൊന്നമ്മ പിന്നെ ആരായിരുന്നു അതിലുണ്ടായിരുന്നത്? മഞ്ജുപിള്ള. അപ്പൊ ഈ 3 പേരുടെ സബ് കമ്മിറ്റി വേണ്ടെന്ന് അപ്പൊ തന്നെ തീരുമാനം. അടുത്ത കമ്മിറ്റി ആരായിരുന്നു? അതൊന്ന് ചോദിച്ചൊക്കെയാണ്. 2-3 പേരുണ്ട്. അത് നിങ്ങൾക്ക് അന്നത്തെ ആ വാർത്ത ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എൻ്റെ കണക്കൂട്ടിലാണെങ്കിൽ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? എനിക്ക് തോന്നുന്നില്ല. കാരണം തോന്നിയെങ്കിൽ അവർ പറയണമല്ലോ, അവർ വിളിക്കണമല്ലോ, നമ്മളെ ആരെങ്കിലുമൊക്കെ വിളിക്കണമല്ലോ. വിളിച്ചിട്ടില്ല. ഇവർ 2 പൂഴ്ത്തി വെച്ചിരിക്കുക. ഇനി ഇത് വെച്ചിട്ട് എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം. അതിൻ്റെ ഉള്ളിലെ ആൾക്കാർക്ക് സംശയം, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് നേരെയല്ല, പെണ്ണുങ്ങൾക്ക് സംശയം ഇതാണ്. ഇത് ഇവർ വെച്ചിട്ട് എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യമുണ്ട്.